ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 ബീറ്റ്റൂട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാടിയതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ചൊവയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇടിയപ്പം അത്ര ടേസ്റ്റായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിനി ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് അല്ലാതെ ഇതുപോലെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. പക്ഷേ അരച്ചെടുക്കുമ്പോൾ അതിലൊട്ടും കഷ്ണങ്ങളൊന്നും പാടില്ല. കഷ്ണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അച്ചിൽ കുടുങ്ങിക്കിടക്കും. അപ്പോൾ നമുക്കത് പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഏകദേശം 1 കപ്പോളം ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മതിയാവില്ല, കുറച്ച് വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നതായിരുന്നു, അതാണ് ഞാനിതിലേക്ക് എടുത്തത്. ഇനി നന്നായിട്ട് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഒരല്പം വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ചൂടുവെള്ളം തന്നെയാണ് ഞാൻ ഇപ്പോഴും ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പസമയം ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ചൂടൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ കൈ, പക്ഷേ എനിക്കിത് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താലും യാതൊരു കുഴപ്പമില്ല. എന്നാലും നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനുള്ള മാവ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയായിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പെട്ടെന്ന് അങ്ങനെ സ്മൂത്തായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് കൈയൊക്കെ വേദനിക്കും. അപ്പോൾ മാവ് ഒരല്പം ലൂസിലാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ വളരെ സിമ്പിളാവാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അച്ചിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ അച്ചിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം.
ഇഡ്ഡലി തട്ടിൽ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത് വരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മാവ് വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇതുപോലെ വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് കുറച്ചധികം തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരല്പം പഞ്ചസാര കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനൊരു തട്ടിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 6 മിനിറ്റ് വരെ അത്ര മാത്രമേ ഇതിൻ്റെ കുക്കിംഗ് ടൈം ആവശ്യമായിട്ടുള്ളൂ. ഓവറായിട്ട് കുക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും. പക്ഷേ കളറ് മാറിപ്പോയാലും ടേസ്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് കിട്ടുക. പക്ഷേ ആ ഒരു കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 5 മുതൽ ഒരു 6 മിനിറ്റ് വരെ മാത്രം ആവി കയറ്റിയെടുക്കുക. ഇനി കുറച്ച് തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കറിയാം ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു മധുരമുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമേ ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും വളരെ സോഫ്റ്റാണ് എന്ന്. ഇതിലുള്ള ഓരോ നൂലും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോക്കനട്ടിൻ്റെ മിക്സ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോണ്ടല്ലോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടിയപ്പമാണ് ഇത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികൾക്ക് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മധുരമൊക്കെ വരുമ്പോൾ അവർക്കതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും. അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നമുക്കറിയാം ബീട്രൂട്ടൊന്നും നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.